സ്നേഹസമ്പന്നരായ സമാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതമെടുത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ നാം ഒത്തുചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ അനുഗ്രഹീതമായ മാസത്തിലെ ഓരോ ദിനവും അവസാനത്തെ പത്തിലെ ഓരോ ദിനരാത്രവും വെള്ളിയാഴ്ച സുദിനത്തിലെ ലൈലത്തുൽ ഖദറിലെ ഓരോ നിമിഷവും സദ്വിചാരങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അകം തട്ടിയുള്ള പ്രാർത്ഥനകൾ കൊണ്ടും സമ്പന്നമാക്കി തീർത്ത യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ, സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്രകാരം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മാർത്ഥമായി നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, അനുഗ്രഹീതമായ ഈ മാസത്തിലെ ഓരോ നിമിഷവും സക്രിയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കി തീർക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ? എത്ര വലിയ അനുഗ്രഹമാണ് കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് രക്തസാക്ഷിക്ക് ലഭ്യമാകുന്ന പ്രതിഫലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ ത്യജിച്ചിട്ടുള്ള രക്തസാക്ഷിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പദവിയാണ്, സ്ഥാനമാണ് ഈ മാസത്തെ ശരിയാം വിധം അറിഞ്ഞു മനസ്സിലാക്കി ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ലഭ്യമാവുക എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുവിശേഷം അറിയിച്ചു തന്നിട്ടുള്ളത്. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുകയാണ്, രണ്ട് വ്യക്തികൾ, അവർ ഒരുമിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചിരുന്നത്. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവരിൽ ഒരു വ്യക്തി ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ ശേഷിയും താല്പര്യവും കഴിവും ഉള്ളവനായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ പരിശ്രമത്തിലൂടെ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ് പിന്നീടും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഞാനൊരു സ്വപ്നം കണ്ടു. അവരിരുവരും സ്വർഗത്തിന്റെ അടുത്ത് നിൽക്കുന്നു. ഞാനും സ്വർഗ കവാടത്തിലെത്തി. ആ സന്ദർഭത്തിൽ
സ്വർഗത്തിൽ നിന്ന് ഒരു മലക്ക് വന്ന് രണ്ടാമതായി ഈ ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീടാണ് രക്തസാക്ഷിത്വം വരുത്തിയിട്ടുള്ള വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. എന്റെ അവസരം ഞാൻ കാതോർത്തു, എനിക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം സഹാബികളോട് കണ്ട ഈ സ്വപ്നം പങ്കുവച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വാർത്തയെത്തി. സഹാബികളുടെ അത്ഭുതം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഫബിമ തഅജബൂൻ, നിങ്ങൾ എന്തിനാണ് അത്ഭുതം കൂറുന്നത്? ആദ്യത്തെ വ്യക്തി രക്തസാക്ഷിത്വം വരുത്തതിന് ശേഷം രണ്ടാമത്തെ വ്യക്തി ഒരു വർഷവും കൂടെ ജീവിച്ചില്ലേ? അവർ പറഞ്ഞു അതെ. ആ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് റമദാനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലേ? അവർ പറഞ്ഞു അതെ. ആ റമദാനിൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലേ? അവർ പറഞ്ഞു അതെ. ആ ഒരു വർഷത്തിൽ, നീണ്ട ഒരു വർഷത്തിൽ അള്ളാഹുവിന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയായ നമസ്കാരം നിർവഹിക്കുവാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ലേ? അവർ സമ്മതിച്ചു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ രണ്ട് വ്യക്തിത്വങ്ങളുടെയും ഇടയിലുള്ള ദൂരം ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. ഒരു വർഷം അധികമായി ഈ ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടി അധിവസിക്കുവാൻ, അനുഗ്രഹീതമായ മാസമായ വിശുദ്ധ റമദാനിന് സാക്ഷിയാകുവാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള അവസരം ലഭ്യമായി അത് സമർത്ഥമായി പ്രയോജനപ്പെടുത്തിയാൽ രക്തസാക്ഷിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ്, അംഗീകാരമാണ്, പ്രതിഫലമാണ് ലഭ്യമാകുന്നത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വേറെയും ചില വചനങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അബു ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഈ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുന്നതിനുള്ള മഹാ സൗഭാഗ്യത്തിന് വേണ്ടി, ആ ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടുന്ന് പ്രാർത്ഥിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണമേ, യുദ്ധാർജിത സമ്പത്ത് നീ അവർക്ക് നൽകുകയും ചെയ്യണമേ. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. സമരാർജിത സ്വത്ത് സമാഹരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിയപ്പോൾ, അനിവാര്യമായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അതിനൊരുക്കം നടത്തിയപ്പോൾ വീണ്ടും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെയുള്ള ആവശ്യം ഉന്നയിച്ചു. പ്രവാചകരെ, എനിക്ക് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കണം, അവിടുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. മൂന്നാമതൊരവസരത്തിലും അദ്ദേഹം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം തന്നെ പ്രാർത്ഥിച്ചു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് സുരക്ഷിതത്വം ലഭിച്ചു. അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് പ്രാർത്ഥിച്ചു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു, എനിക്ക് യുദ്ധാർജിത സ്വത്തും കിട്ടി. മുർനി ബിഅമലിൻ, ഇനി അവിടുന്ന് എനിക്ക് ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് അറിയിച്ചു തന്നാലും, പഠിപ്പിച്ചു തന്നാലും, മനസ്സിലാക്കി തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മസല ലഹു, നോമ്പ് നോക്കുക എന്നത് നിനക്ക് നിർബന്ധമാണ്. അതിന് പകരമായി, അതിന് തുല്യമായി, അതിന് സമാനമായി മറ്റൊന്നുമില്ല, മറ്റൊരു ആരാധനയുമില്ല. അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് നിർബന്ധമായ നോമ്പുകൾ മാത്രമല്ല, ഐച്ഛികമായ വ്രതങ്ങളും എടുത്തു. സഹാബികൾ പറയുന്നുണ്ട്, അതിനുശേഷം ആ സ്വഹാബി ഒരു വ്രതവും ഒഴിവാക്കിയിട്ടില്ല. മിക്ക ദിവസങ്ങളിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വ്രതത്തിൽ കഴിയുകയാണ് ഉണ്ടായിട്ടുള്ളത്.
അദ്ദേഹത്തിന്റെ വീട്ടിൽ പകലിൽ നിന്ന് ഒരു പുക ഉയർന്നാൽ അവിടെ ഒരു അതിഥി വന്നതായിരിക്കാം എന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു എന്ന് സഹാബികൾ പറയുന്നുണ്ട്. ആ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു വീണ്ടും വന്നു പ്രവാചകന്റെ അടുത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു, അങ്ങ് ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു, ഇങ്ങനെയെല്ലാം എനിക്ക് ഉപദേശം നൽകി, ഞാൻ വ്രതമെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എനിക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. മുർനി ബി അമലി, വേറെയും ചില കാര്യങ്ങൾ, ചില അമലുകൾ, ചില പ്രവർത്തികൾ, ചില ആരാധനകൾ അവിടുന്ന് എനിക്ക് കൽപ്പിച്ചു തന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദ ഇല്ലാ റഫഅ അല്ലാഹു ബിക അൻക ദറജ വഹത്ത ബിക അൻക ഖതിഅ. നീ അല്ലാഹുവിന്റെ മുമ്പാകെ ഒരു സാഷ്ടാംഗം നമിക്കുന്നില്ല, നീ ഒരു സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഒരു പദവി ഉയർത്തിയിട്ടല്ലാതെ, ആ ഒരു സുജൂദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഒരു പാപം കഴുകിക്കളയുകയും ചെയ്യാതെ നീ അല്ലാഹുവിന്റെ മുമ്പാകെ ഒരു സാഷ്ടാംഗം നമിക്കുന്നില്ല, ഒരു സുജൂദ് ചെയ്യുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അല്ലാഹുവിന്റെ മുമ്പാകെ നമ്രശിരസ്കനായി എല്ലാ അവയവങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച്, അല്ലാഹുവേ, ഞാനിതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാനിതാ നിന്റെ മുമ്പാകെ സർവസ്വവും സമർപ്പിച്ചിരിക്കുന്നു, നീ എന്റെ ഉടമയാണ്, ഞാൻ നിന്റെ അടിമയാണ്, അല്ലാഹുവേ, ഞാൻ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു, എന്റെ ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത യാതൊന്നും ഞാൻ ചെയ്യുകയില്ല, അതുകൊണ്ട് നാഥാ, എന്റെ എല്ലാവിധ പാപങ്ങളും എനിക്ക് നീ പുറത്തു തന്നുകൊണ്ടും സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട മനസ്സിന്റെ ഉടമയാക്കി എന്നെ നീ പരിവർത്തിപ്പിക്കണം എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം ആരാധിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന് സുജൂദ് സമർപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തേട്ടം കേൾക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ ഈ ഉപദേശം നൽകിയപ്പോൾ അത് നിർബന്ധമായ വ്രതാനുഷ്ഠാനത്തിൽ മാത്രം ഒതുക്കുവാനല്ല അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹുവിന് മുമ്പാകെ നീ സാഷ്ടാംഗം നമിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ റമളാനിൽ മാത്രം ആരാധനയെ ഒതുക്കി നിർത്താനല്ല, നിർബന്ധ നമസ്കാരമായിട്ടുള്ള അല്ലാഹുവിന് മുമ്പാകെ 5 നേരവും നാം സമർപ്പിക്കേണ്ട അസ്വര റമളാനിൽ മാത്രം ഒതുക്കി നിർത്താനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപ്പെട്ടത് സഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് റമളാൻ അല്ലാത്ത കാലഘട്ടത്തും ഒരു വിശ്വാസി അനിവാര്യമായും അല്ലാഹുവിന് നിർവഹിക്കേണ്ടതാണ് ആരാധനകൾ എന്ന് പറയുന്നത്. നിനക്ക് മൃത്യു വരുന്നത് വരെ, മരണം വന്ന് നിന്നെ തലോടുന്നത് വരെ നീ ആത്മാർത്ഥമായി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു മിൻ അമലിഹി സ്വലാത്തുഹു ഫമൻ സലഹത് ഫഖദ് നജഹ വഅഫ്ലഹ വമൻ ഫസദത് ഫഖദ് ഖബ വഖസിർ. ഒരടിമയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അന്ത്യനാളിൽ പ്രഥമമായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം അവന്റെ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും നമസ്കാരം ശരിയായി തീർന്നാൽ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ സൗഭാഗ്യവാനായി മാറിയിരിക്കുന്നു. ആരുടെയെങ്കിലും നമസ്കാരം മോശമായി തീർന്നാൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച അതേ രൂപത്തിലല്ലാതിരുന്നാൽ, നമസ്കാരത്തിലൂടെ അനിവാര്യമായും നേടിയെടുക്കേണ്ട സൽഫല സിദ്ധി ഉണ്ടാകാതെ പോയാൽ അവൻ നഷ്ടകാരികളിൽ പെട്ടുപോയിരിക്കുന്നു, പരാജയപ്പെട്ടവരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ റമദാൻ നമ്മോട് വിട പറഞ്ഞാലും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഏറ്റവും വിശിഷ്ടമായ ആരാധനയായിട്ടുള്ള നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്രമാത്രം നാം ശ്രദ്ധയും ശുഷ്കാന്തിയും കാണിച്ചുവോ, അതേ പ്രകാരത്തിലുള്ള ശ്രദ്ധയും ശുഷ്കാന്തിയും റമളാനിന് ശേഷവും നമ്മിൽ ഉണ്ടാകണം. അത് ആൺ പെൺ എന്ന
ചെറിയവൻ വലിയവൻ എന്നുള്ള വ്യത്യാസമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത കാലഘട്ടത്തും നിർബന്ധമായ ആരാധനയായിട്ടുള്ള ഈ നമസ്കാരം പള്ളിയിൽ വന്നുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്, അല്ല നിർബന്ധമായിട്ടുള്ളത് എന്നാണ് മഹാന്മാരായ സഹാബികളുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയിൽ നിന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് സഹാബികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിൽ അലാ ഹഉലാഇ സ്വലാ ഹൈതു യുനാദാ ബിഹിന്ന. അല്ലാഹുവിനെ നാളെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ കണ്ടെത്തണമെന്ന് വല്ലവനും അഭിലഷിക്കുന്നുവെങ്കിൽ, എവിടെ നിന്നാണോ നമസ്കാരത്തിന് വേണ്ടി വിളി ഉയരുന്നത് അവിടെ വന്നുകൊണ്ട് അവൻ ആ നമസ്കാരത്തിന് ഉത്തരം ചെയ്യട്ടെ. കാരണം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവാചകൻ സന്മാർഗ ചര്യ നിയമമാക്കിയിരിക്കുന്നു. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയിൽപ്പെട്ടതാണ്. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ് ലതറക്തും സുന്നത നബിയികും വലൗ തറക്തും സുന്നത നബിയികും ലദലൽതും. പിന്തി പിന്തി പിന്നാക്കം പോകുന്ന വ്യക്തി വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയെ നിങ്ങൾ പരിത്യജിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയെ നിങ്ങൾ വെടിയുകയാണെങ്കിൽ നിങ്ങൾ വഴി പിഴച്ചതു തന്നെയാണ്. അതുകൊണ്ട് നാം വഴി പിഴയ്ക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയെ ശരിയാം വിധം പിന്തുടരുന്നവരായി മാറാൻ റമളാനിൽ എപ്രകാരം നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി, പള്ളിയിൽ വന്നുകൊണ്ട് നിർവഹിക്കുന്നതിന് വേണ്ടി നാം താല്പര്യവും ആവേശവും കാണിച്ചിട്ടുണ്ടായിരുന്നോ, അതേ താല്പര്യവും ആവേശവും ആർത്തിയും റമളാനിന് ശേഷവും ഫർദ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർ കാണിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിർബന്ധമായ വ്രതാനുഷ്ഠാനത്തോടൊപ്പം ഐച്ഛികമായ വ്രതാനുഷ്ഠാനവും സ്വീകരിക്കലാണ് പ്രവാചകന്റെ അധ്യാപനത്തിന്റെ പൊരുൾ എന്ന് മനസ്സിലാക്കി വെക്കുന്നത് പോലെ റമളാനിന് ശേഷം ഐച്ഛികമായ വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യത്തിലും നാം ശ്രദ്ധയുള്ളവരാകണം. ശവ്വാലിൽ 6 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചര്യയായി കാണിച്ചു തന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഓരോ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളും യൗമു അറഫയിലും മുഹറം 9, 10 ദിവസങ്ങളിലുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഐച്ഛികമായ വ്രതാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഐച്ഛികമായ വ്രതാനുഷ്ഠാനങ്ങൾ കൂടി എടുത്തുകൊണ്ട് ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സാമീപ്യം സിദ്ധിക്കുന്ന വ്യക്തികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കണം. കാരണം നമ്മുടെ മനസ്സ് സ്ഫുടീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതം സംശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നാം ആത്മാർത്ഥമായി അള്ളാഹുവിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. നിരന്തരമായി അള്ളാഹുവിനെ നാം അഭിമുഖീകരിച്ചേ പറ്റൂ. കാരണം നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് നന്മയും തിന്മയും കൂടി കലർന്നുകൊണ്ടുള്ളതാണ്. ഇവിടെ വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുട്ടുകളാണ് പടർന്ന് പന്തലിച്ചുകൊണ്ട് നിൽക്കുന്നത്. അധാർമികതയുടെ അനാശാസ്യ പ്രവർത്തനത്തിന്റെ അതിശക്തമായ കൂരിരുട്ടുകളാണ് ദിനേന വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂരിരുട്ടിൽ നാം അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ആരാധനകളുടെ കാര്യത്തിൽ ഒരു നൈരന്തര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം നാം ആരാധന നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ അടുത്തൊരു പടി ഉയരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു പാപം മായ്ച്ചു കളയുകയും ചെയ്യുന്നു. കുല്ലു ബനി ആദം ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദമിന്റെ പുത്രന്മാർ അഖിലവും തെറ്റുകൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. അവർ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ പാപമോചനം തേടുന്ന വ്യക്തികളാണ്. നമസ്കാരത്തിൽ നാം നടത്തുന്ന പ്രതിജ്ഞകൾ, നാം അള്ളാഹുവിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന അഭ്യർത്ഥനകൾ, നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൽ മിക്കതും നമ്മളുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടിയാണ്. നമസ്കാരത്തിന് ശേഷവും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതും ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നാം ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ്. കാരണം നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൾ രാവിലും പകലിലും നമ്മിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ആ നീട്ടിവെച്ചിട്ടുള്ള കൈകളെ നാം തട്ടി മാറ്റുവാൻ പാടില്ല. അതുകൊണ്ട് തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരുമിച്ച് അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. നിങ്ങൾക്ക് വിജയമുണ്ടാകണമോ, നിങ്ങളുടെ മനസ്സ് സ്ഫുടീകരിക്കപ്പെടണം, നിങ്ങളുടെ ജീവിതം സംശുദ്ധീകരിക്കപ്പെടണം. നിങ്ങളുടെ ജീവിതം സംശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കണമെങ്കിൽ സൽപ്രവർത്തനങ്ങളെ കൊണ്ട് സമ്പന്നമാക്കണം. പിന്നിട്ട ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കിട്ടുന്നതിന് വേണ്ടി, കഴുകി വൃത്തിയാക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി നാം ചോദിച്ചു കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധനകളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതക്കിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകളെ, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആളുകളെ, ജീവിതത്തെ സംശുദ്ധീകരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടം സ്വായത്തമാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ തിരുമുൽ കാഴ്ചക്കും അർഹതയും ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ കാര്യങ്ങളെല്ലാം ശരിയാം വിധം മനസ്സിലാക്കി ജീവിതത്തിൽ ശരിയാം വിധം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുൽ ഇഖ്വ വൽ അഖവാത് ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആത്മാർത്ഥമായി നാം അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ, ന്യൂനതകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള അധ്യാപനം. നിർബന്ധമായ ഉപവാസമായ വ്രതമെടുത്തിട്ടുള്ള വ്യക്തികൾ, അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ, പോരായ്മകൾ സംഭവിച്ചാൽ സകാത്തുൽ ഫിത്ർ നൽകി അത് പരിഹരിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഹബി വറഫത്ത് വതുഅമതൻ ലിൽ മസാകീൻ. തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. എന്തിനെന്നല്ലേ, നോമ്പെടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ നോമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല അനാവശ്യമായിട്ടുള്ള വർത്തമാനമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമായിട്ടുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ കാര്യം നമുക്ക് നിർബന്ധമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 2 ലക്ഷ്യമാണ് ഇതിലൂടെയുള്ളത്. ഒന്ന്, പാവപ്പെട്ട വ്യക്തി പെരുന്നാൾ സുദിനത്തിൽ പട്ടിണി കിടക്കുവാൻ പാടില്ല. മറ്റു മുസ്ലിങ്ങൾ ആഹരിക്കുന്നത് വരെ അവർക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. അതേ പ്രകാരം ഒരു വിശ്വാസിക്ക് അവന്റെ വ്രതാനുഷ്ഠാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴവിൽ നിന്ന് ആ ആരാധനയെ മുക്തമാക്കി തീർക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് കൊടുക്കേണ്ടത് ജനങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ്, നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പാണ് ഈ ദാനം, ഈ സക്കാത്ത് നിർവഹിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നുകൂടി പ്രവാചകൻ ആ ഹദീസിൽ പറഞ്ഞു, ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പാണ് ഈ ദാനം നൽകുന്നതെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കപ്പെടുന്ന ദാനമാണ്. എന്നാൽ ആരെങ്കിലും നമസ്കാരത്തിന് ശേഷമാണ് അത് കൊടുക്കുന്നതെങ്കിൽ അത് സാധാരണ ദാനങ്ങളിൽപ്പെട്ട ഒരു ദാനമാണ് എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് പോലെ സമൂഹത്തിലെ സാമ്പത്തികമായി ഭേദപ്പെട്ട സമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രം നൽകേണ്ട ഒരു ദാനമല്ല സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. മറിച്ച് ആ ഒരു ദിവസം തനിക്കും തന്റെ കുടുംബത്തിനും കഴിയുവാനുള്ള വകയുള്ള ഭക്ഷണമുള്ള എല്ലാ വ്യക്തികളും കൊടുക്കേണ്ട ഒരു ദാനമായിട്ടാണ്, ഒരു തലവരിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സഅൻ മിൻ തംറിൻ ഔ സഅൻ മിൻ ശഈർ അലൽ അബ്ദി വൽ ഹുജ്ജി വൽ ദക്കരി വൽ ഉൻത വൽ സഗീരി വൽ കബീർ വഅമറ അൻ തുഅദ്ദിയ ഖബ്ല ഖുറൂജി الناس ഇല الصلاة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോതമ്പിൽ നിന്ന്, അതല്ലെങ്കിൽ കാരക്കയിൽ നിന്ന്, ബാർലിയിൽ നിന്ന് ഒരു സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. അടിമക്കും ഉടമക്കും, സ്ത്രീക്കും പുരുഷനും, ചെറിയവനും വലിയവനും, അവസാനത്തെ നോമ്പിന്റെ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പിറന്നു വീണിട്ടുള്ള കുട്ടിക്ക് വരെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു ഭക്ഷ്യധാന്യം എന്നാണ് ഹദീസിന്റെ പൊരുൾ. ഒരു എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. അതിന്റെ തൂക്കം കണക്കാക്കുമ്പോൾ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ള, ആധുനിക പണ്ഡിതൻ മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത് 3 കിലോ വരുമെന്നാണ്. എന്നാൽ മറ്റൊരു ആധുനിക പണ്ഡിതനായിട്ടുള്ള അശ്ശൈഖ് സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത് 200 ഗ്രാം വരുമെന്നാണ്. വേറെ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു മുദ്ദ് 650 ഗ്രാം വരും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 600 ഗ്രാം വരും എന്നാണ്. ചുരുക്കത്തിൽ ഏറ്റവും മിനിമം 200 ഗ്രാം എങ്കിലും ഒരു വ്യക്തി ഈ ഒരു ദാനമായി പെരുന്നാൾ സുദിനത്തിന് മുമ്പേ നൽകേണ്ടതുണ്ട്. പെരുന്നാളിന്റെ 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ
ഈ ഒരു സംഗതി നിർവഹിക്കാവുന്നതാണ് എന്ന് ഹദീസിൽ നിന്ന്, പ്രവാചകന്റെ സഹാബികളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫിത്ർ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് 130 രൂപയാണ് വാങ്ങുന്നത്. ഇതുവരെ നൽകി കിട്ടില്ലാത്ത ആരോടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമ്മിറ്റി ഏൽപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തിരിച്ചു വാങ്ങുന്നതിൽ പ്രത്യേകമായി യാതൊരു പുണ്യവും ഇല്ല എന്നാണ്. സാമ്പത്തികമായി ഭേദപ്പെട്ട വ്യക്തികൾ വാങ്ങാൻ പാടില്ല. ധന്യതയുള്ളവർ ഒരു കാരണവശാലും വാങ്ങുവാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹദീസിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത് തുഅമത്തൻ ലിൽ മസാകീൻ, സാധുക്കളായിട്ടുള്ള ആളുകൾക്കുള്ള ഭക്ഷണം എന്നാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഭേദപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും ഇത് തിരിച്ചു വാങ്ങുവാൻ പാടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നടത്തുന്ന ഓരോ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പരിശുദ്ധമായ റമദാൻ മാസത്തെ സമ്പൂർണമായും പ്രയോജനപ്പെടുത്തി വിജയം കൈവരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശമനം, പൂർണ്ണമായ ആരോഗ്യം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒട്ടധികം സഹോദരി സഹോദരങ്ങളുണ്ട്. നാഥ, അവർക്കെല്ലാം നീ കുറവയും സമാധാനവും നൽകുമാറാകണമേ. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാന ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم أيد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين أعداء الدين يا رب العالمين. اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا في فلسطين. اللهم انصرهم، اللهم انصرهم، اللهم انصرهم على الأعداء اليهود المحتلين الظالمين الملعونين. اللهم 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 ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.